എമ്പുരാൻ എന്ന സിനിമയിലെ നായക നടനായ മോഹൻലാലിനെയും വൈകി നിർമ്മാതാവായി ഈ പ്രൊജക്റ്റിലെത്തിച്ചേർന്ന ഗോകുലം ഗോപാലനെയും ഈ സിനിമ സൃഷ്ടിച്ചവർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണമുയരുകയാണ്. മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും ഈ സിനിമയുടെ പ്രിവ്യൂ കാണിച്ചിരുന്നില്ല എന്നും കഥയുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കിയിട്ടില്ലെന്നും ആരോപിക്കുന്ന ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. എമ്പുരാനിൽ എങ്ങനെയാണ് അബദ്ധം സംഭവിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ട് RSS നേതാവ് ജയകുമാർ പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാവുന്നത്. മോഹൻലാലും ഗോകുലം ഗോപാലനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയകുമാറിന്റെ ഈ കുറിപ്പ് തുടങ്ങുന്നത്. തെറ്റിദ്ധരിപ്പിച്ചും പ്രിവ്യൂ കാണിക്കാതെയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ് സിനിമാ തിയേറ്ററിൽ മോഹൻലാലും ഗോകുലം ഗോപാലേട്ടനും എത്തുന്നത് എന്നും ജയകുമാർ പറയുന്നു. അതായത് മോഹൻലാലും ഗോകുലം ഗോപാലനും കഥയുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന്റെ കഥ ഒരു പ്രിവ്യൂവിലൂടെ പൂർണ്ണമായും ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെന്നും കഥയുടെ പൂർണ്ണ രൂപം ഇവരെ ഇത് സൃഷ്ടിച്ചവർ മനസ്സിലാക്കിച്ചിട്ടില്ലെന്നുമാണ് ജയകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. സിനിമയുടെ രാജാക്കന്മാരായ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും കൊലയ്ക്ക് കൊടുക്കുകയാണ് ഈ സിനിമ സൃഷ്ടിച്ചവർ ചെയ്തത് എന്നും ജയകുമാർ പറയുന്നു. ഗുരുതരമായ ആരോപണമാണ് ജയകുമാർ ഈ പോസ്റ്റിൽ ഉയർത്തുന്നത്. ഈ പോസ്റ്റിന് ജയകുമാറിന് മറുപടി പറയാൻ എമ്പുരാൻ എന്ന സിനിമയുടെ എഴുത്തുകാരൻ മുരളി ഗോപി, സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ്, പ്രധാന നടൻ മോഹൻലാൽ, നിർമ്മാതാവായി അവസാനമെത്തിയ ഗോകുലം ഗോപാലൻ എന്നിവർക്ക് ബാധ്യതയുണ്ട്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ സൃഷ്ടിച്ചവർ പാലിക്കേണ്ട എത്തിക്സ്, അതായത് ധാർമ്മികത പാലിച്ചില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് ജയകുമാർ നൽകുന്നത്. ഇനി ജയകുമാർ മോഹൻലാലിനെ കുറിച്ചും ഗോകുലം ഗോപാലിനെ കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ തെറ്റാണ് എങ്കിൽ അത് വിശദീകരിക്കേണ്ട ചുമതലയും മോഹൻലാലിനും ഗോകുലം ഗോപാലിനുമുണ്ട്. രണ്ടുപേരുടെയും ഗുഡ്വിൽ ഉപയോഗിച്ച് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു പ്രമേയം ഉൾപ്പെടുത്തി സിനിമ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അക്കാര്യം മോഹൻലാലും ഗോകുലം ഗോപാലും തുറന്നു പറയേണ്ടതുണ്ടെന്നും പലരും വാദിക്കുന്നു. അതല്ല, മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തങ്ങൾ വഞ്ചിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ വിശദീകരണം നൽകാനുള്ള ബാധ്യത എമ്പുരാൻ എന്ന സിനിമയുടെ എഴുത്തുകാരൻ മുരളി ഗോപി, സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് എന്നിവർക്കുണ്ട്. വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വളർത്താതെ എമ്പുരാനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾക്കുണ്ട്. പലവിധ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നു. ED, NIA തുടങ്ങിയ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നു. ഗോദ്ര കലാപത്തിന് കാരണമായ പ്രധാന സംഭവം മറച്ചുവെച്ചുകൊണ്ട് ഹിന്ദുക്കളെ ഭീകരന്മാരായും മുസ്ലിങ്ങളെ ഇരകളായും ചിത്രീകരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വൈകാതെ ഇതിന് പിന്നിലെ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല എങ്കിൽ അത് വലിയ രാജ്യരക്ഷാ, രാജ്യദ്രോഹം എന്നീ ആരോപണങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നും വിവേകമുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും എമ്പുരാന് പിന്നിലുള്ളവർ ഇനിയും മൗനം പാലിച്ചുകൂടാ എന്ന അഭിപ്രായം പൊതുവെ ശക്തമാവുകയാണ്.